ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു സൺഡേ ആണ്. രാവിലെ 5 മണി ആയിട്ടുണ്ട്. രാവിലെ തന്നെ എണീറ്റ് എവിടെ പോവാന്ന് വഴിയെ പറഞ്ഞുതരാം. ഞാനങ്ങനെ റെഡിയായി. ഒട്ടു സുഖമില്ലടാ, അതുകൊണ്ട് ഒരു തട്ടിക്കുട്ടി ഷേക്കൊക്കെ അടിച്ച് ഒന്ന് എനർജറ്റിക് ആവാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. ബൈപ്പാസ് വഴി ഞങ്ങൾ നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ബൈപ്പാസ് കട്ട് ചെയ്ത് MC റോഡിൽ കയറി. രാവിലെ തന്നെ യാത്ര തിരിച്ചതുകൊണ്ട് എല്ലാവരും പകുതി ഉറക്കത്തിലാണ്. എനിക്കും നല്ല പോലെ ഉറക്കം വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പൻ ചായ കുടിക്കാൻ ഒരു ചെറിയ ചായക്കടയിൽ നിർത്തി. അവിടെ പലഹാരം ഒന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ഉണ്ടായിരുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പൂരി മാത്രമാണ്. പലഹാരമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പൂരി കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടോടാ കോടാ, നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല കോടയുണ്ട്. കാപ്പി കുടിക്കാൻ സമയമായിട്ടുണ്ടേ. അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട്. റാന്നിയില് ഒരു ചർച്ചുണ്ട്, അവിടെ വന്നതാ. അതിനടുത്തുള്ള ഒരു സംഭവമാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇതിനിപ്പോ എന്താ പറയുന്നേന്ന് എനിക്കറിയില്ലടാ. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കേ ഫ്രണ്ട്സ്. ഇത് കെട്ടി നിൽക്കുന്ന വെള്ളമല്ല, ഒഴുകി വരുന്ന വെള്ളമാണ്. ഞാനും അനിയത്തിയും കൂടി ഇതിന്റെ ഒറിജിൻ തപ്പി ഇറങ്ങി. ലാസ്റ്റ് കിട്ടി ഗായ്സ്, ഒറിജിൻ കിട്ടി. ഇനി നമുക്ക് ചർച്ചിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ടാവാം. എത്തിയപ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാവേ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഈ ബ്ലോക്ക് വെഞ്ഞാറുമൂട്ടിലാണ്. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു ഗൈസ്. കുറെ നേരം ആ ബ്ലോക്കില് പെട്ടുപോയെന്ന് പറയാം. അതൊക്കെ കഴിഞ്ഞ് ഒരുവിധം മണ്ടി നീങ്ങി തുടങ്ങി. ഞങ്ങൾ നേരെ മന്തി മനസ്സിൽ പോയി. നല്ല കിടില മന്തി കഴിച്ചു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് വേണം നല്ല പോലെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ. 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഒരു Q&A ചെയ്യാന്ന് വിചാരിക്കുവാണ്. ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം പോയി ചോദിച്ചേക്ക്. അപ്പൊ ശരി ഫ്രണ്ട്സ്, ബൈ.